ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചാലഞ്ച് ചോദിച്ചു നോക്കാം. ഫ്രീ ഫയറുമായി ബന്ധപ്പെട്ട ഒരു ചാലഞ്ച് ഏതാണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ചാലഞ്ച് അങ്ങ് ചെയ്യണം. ഏതാണ് ചാലഞ്ച് എന്ന് നമുക്ക് അറിയത്തില്ല. നമുക്കിപ്പോൾ സെറ്റായി എടുക്കണം. നമ്മൾ ചാലഞ്ച് ചോദിച്ചിട്ടുണ്ട്. ഏതായിരിക്കും തരുന്നതെന്ന് നമുക്കിപ്പോൾ അറിയാം ഗൈസ്. വൺ വെപ്പൺ ഓൺലി ചാലഞ്ചാ, അടിപൊളി. കൊള്ളാം ഗൈസ്, ഇത് എന്താണ് വൺ വെപ്പൺ ഓൺലി ചാലഞ്ചാ? ആദ്യം എടുത്ത് കണ്ണു വെച്ച് തന്നെ കളിക്കണമല്ലേ, പുല്ല് സീനാണ് ഗൈസ് ഇത്. അയ്യോ, കുറേ റൂൾസും റെഗുലേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. 5 കില്ലുകൊണ്ട് ജയിക്കാൻ. കൊള്ളാം ഗൈസ്, 5 കില്ലെടുക്കാനൊക്കെ അവന്മാർ പറയുന്നു കേട്ടാ. റാങ്ക്ഡ് മോഡ് കളിച്ചാൽ കുറച്ച് പ്രഷർ കിട്ടും. നമുക്ക് പ്രഷറും കൊളസ്ട്രോളും എല്ലാം സെറ്റാക്കാൻ ഗൈസ്. നമ്മളോടാണ് ഇവന്മാരെ കളി. നമ്മൾ ഏതാ പ്ലെയറെന്ന് ഇവന്മാർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇവന്മാർ നമുക്ക് ഇങ്ങനത്തെ കഠിനമായ ചാലഞ്ചുകളൊക്കെ തരുന്നത്. നമുക്ക് ജയിക്കാം ഗൈസ്, നോ പ്രോബ്ലം. അപ്പോൾ ഗൈസ്, നമുക്ക് VR കളിക്കാം. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഉണ്ടാകും ഗൈസ്, VR 2 സ്റ്റാറാണ്. ജയിക്കാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷേ നമ്മൾ കുറച്ച് പ്ലെയർ ആയതുകൊണ്ട് നമുക്ക് ജയിക്കാൻ ഈസിയാണെന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. നമുക്കപ്പം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം ഗൈസ്. ഇത് ഞാൻ ഗെയിം പ്ലേ ആദ്യമേ റെക്കോർഡ് ചെയ്ത് വെച്ച് ഗൈസ്, പിന്നെയാണ് നമ്മൾ സെറ്റാക്കിയത്. ഓക്കെ ഗൈസ്, നമ്മൾ ആദ്യമേ മില്ലിലോട്ട് തന്നെയാണ് ചാടിയത്. ഞാൻ കുറേ കളി കളിച്ചു ഗൈസ്, എനിക്ക് ഒന്നിലും ജയിക്കാൻ പറ്റിയില്ല. നിങ്ങൾ കാണണമായിരുന്നു ഗൈസ് ആ കളി. എല്ലാം തോക്കും. ലോങ് റേഞ്ചാണ് എനിക്ക് ആദ്യം വീഴുന്നത്. പക്ഷേ ഞാൻ ഷോർട്ട് റേഞ്ച് കളിക്കുന്ന ഒരു തൊരാറിന് അങ്ങോട്ട് കയറിച്ചില്ല ഗൈസ്. അപ്പം ഞാൻ തോക്കുകയും ചെയ്യും ഷോർട്ട് റേഞ്ച്. ഗൈസ്, താഴെ ഒരു എനിമി പോണ്ട്. നമുക്ക് അവനെ തന്നെ ആദ്യമേ അങ്ങ് അടിച്ചിടാം ഗൈസ്. ആദ്യത്തെ കില്ല് ചെറുക്കൻ്റെ വക. ഗൈസ്, ചെറുക്കൻ ഗ്ലൂ ഇട്ട് ഫുൾ റെഡ് കൊടുത്തുകൊണ്ട് തന്നെ ചെറുക്കനെ അങ്ങ് തള്ളി നമ്മൾ വിട്ട് ഗൈസ്. കണ്ട ഗൈസ്, ഇത്രേ ഉള്ളൂ. നമുക്കൊന്നും വിഷയമുള്ള കാര്യമല്ല. പക്ഷേ അതിനിടയ്ക്കൊരു നാറി വന്ന് ഗൈസ്. നമ്മൾ മെഡ് അടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് അടിച്ച് കൊന്നു ഗൈസ് ഈ പട്ടി. ഗൈസ്, അപ്പം നമ്മൾ അവന് റിവഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് തോമസ് എടുത്തുകൊണ്ട് പോയതാണ് ഗൈസ്. പക്ഷെ അവന് ഇവിടെ എവിടെയും കാണാനില്ല. ഞാനാണെങ്കിൽ അവിടെ ഇവിടെ എല്ലായിടത്തും നോക്കി. പിന്നെ അങ്ങനെ നോക്കിയപ്പോഴേക്കും കണ്ടോ ഗൈസ്, താഴെ ഒളിച്ചിരിക്കുന്നു. പിന്നെ അവനെ എയർ ഡ്രോപ്പറിന് കൊല്ലാന്ന് വിചാരിച്ച് അങ്ങനെ എയർ ഡ്രോപ്പ് തലയുടെ മണ്ടയ്ക്കാണ് കയറേണ്ടി ഗൈസ്. നമ്മുടെ ഒരു പ്രോ പ്ലെയർ ആണ്ട് ഗെയിം നമുക്ക് എതിരാണ് ഗൈസ്. കണ്ടോ ഗൈസ്, എന്നെ അവൻ കൊന്നു. ഞാൻ എത്ര റെഡ് അവന് കൊടുത്തത് ഗൈസ്. അടുത്തളി നമ്മൾ ബുൾസയിലാണ് ഗൈസ് ചാടുന്നത്. കാരണം ബ്ലൂ സോൺ ആയതുകൊണ്ട് M8B കിട്ടുവാണെങ്കിൽ നമുക്ക് അടിക്കാൻ കഴിയും. M8B UMPക്കൊക്കെയാണ് കളിക്കുന്നത്. ആ സ്നൈപ്പർ പ്ലെയർ ആയിരുന്നു. പിന്നെ ഷോർട്ട് റേഞ്ചും കളിക്കാൻ അറിയാം. പക്ഷേ എനിക്ക് ലോങ് റേഞ്ച് അങ്ങനെ വേറെ ഗൺസൊന്നും വെച്ച് അടിക്കരുത് ഗൈസ്. നമുക്ക് തോമസം കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ തോമസം വെച്ച് എല്ലാത്തിനും അടിച്ച് ഉറക്കി ഗൈസ്. എന്ത് ചെയ്യാനാണ് തോമസം വെച്ച്. നമുക്ക് കുറച്ച് പ്രോ ആയതുകൊണ്ട് ചെക്കൻ ഗ്ലൂ ഇട്ടാലും നമുക്ക് ഒരു വിഷയമുള്ള കാര്യമല്ല. കണ്ട ഗൈസ്, അവനെ അടിച്ച് എച്ചിലാക്കി വിട്ടു. അവൻ്റെ തല ഞാൻ പൊട്ടിച്ച്. അപ്പോഴത്തേക്ക് വേറൊരു ഇവിടെ നിന്ന് കയറി ഓസ്കാറൊക്കെ ഇട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടനാണ് ഗൈസ്. നിങ്ങൾ ബാക്കി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവനെപ്പോൾ ഇതൊരു മണ്ട പിന്നെ ഈ ലോകത്തില്ല. അങ്ങനത്തെ രീതിയിലാണ് ആ മണ്ട കളിച്ചത്. ഞാൻ പിന്നെ പ്രോ ആയതുകൊണ്ട് ചെറുക്കൻ്റെ തല അടിച്ച് പൊട്ടിച്ചായിരുന്നു. ഞാൻ ഇതിലെ കൂടെ ഇങ്ങനെ പോയതാണ് ഗൈസ്. നോക്കിയപ്പോൾ ആ മണ്ട സൈഡിൽ ക്യാമ്പ് അടിച്ചിരിക്കുന്നത്. എന്നെ കണ്ടൊന്നുമില്ലെന്തോ. ഐ ആം ഇൻവിസിബിൾ ബ്രോ അടിച്ചിട്ട്. പിന്നെ നോക്കിയപ്പോൾ സൈഡിൽ നിന്ന് കുറേ അടി വന്നു ഗൈസ്. അവിടെ പൊതിഞ്ഞ അടി കേട്ടാ. ഞാൻ കുറച്ച് സേഫ്റ്റിയൊക്കെ പാലിച്ച് ഇവിടെ കുറച്ച് ഇരുന്നിട്ട് അങ്ങോട്ട് പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും ചത്തുപോയി. കണ്ട, അവിടെ ആരുമില്ല. പിന്നെ ലൂട്ടാന്നും പറഞ്ഞ് കിടന്നപ്പോഴത്തേക്ക് അവിടെ വേറൊരുത്തം വന്നു. നമ്മൾ പിന്നെ തോമസും തന്നെ കൈ കിട്ടിയോണ്ട് ഒരു പ്രശ്നമില്ല. അവൻ്റെയൊക്കെ തല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ പ്രോ പ്ലെയറാണ്. പ്രോയിസം മാത്രമേ നമ്മുടെ അടുത്തുനിന്ന് വരുത്തുള്ളൂ. ഇവന്മാരൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇവന്മാർ ജയിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. എത്ര കളി തോറ്റാലും എന്താണ് ഗൈസ്, നമുക്ക് 4ാമത്തെ കില്ല് അങ്ങ് കിട്ടി. നമ്മൾ ഫുൾ റെഡ് മാത്രമേ അടിക്കത്തുള്ളൂ. ഈ ഇടയ്ക്ക് മഞ്ഞ് കയറുന്നത് ഗെയിമാരുടെ ഒരു ഫിസിക്സ്, അങ്ങനെ എന്തൊരു സംഭവമാണ്. അങ്ങനെ നമ്മളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പലതരം ടെക്നിക്കുകൾ ചെയ്യുന്നു ഗൈസ്. നമ്മൾ ഒരിടത്ത് പോയി ഒളിച്ചിരിക്കാന്ന് പറഞ്ഞ് കുറച്ച് നേരം ക്യാമ്പ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ എനിമി വന്നു ഗൈസ്. നമ്മൾ നേരെ താഴെ ചാടിയിട്ട് അവനെ അടിച്ച് തല പൊട്ടിച്ച് ഗൈസ്. അവൻ്റെ ഒന്നും നോക്കിയില്ല. അങ്ങനെ നമ്മൾ 5 കില്ലായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഒരേ ഒരു മിഷനേ ഉള്ളൂ. നമുക്കിനി ക്യാമ്പ് ചെയ്ത് അങ്ങ് ഇരിക്കുക, അത്രേ ഉള്ളൂ.
നമ്മൾ കുറച്ച് നേരം ഇവിടെ കിടന്ന് ഗോയ്സ്, നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്ന്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ വിഷയം എന്ന് പറയുമ്പം അവർ പറഞ്ഞേക്ക് ഒന്നെങ്കിൽ പോയി അടിയണോ അല്ലെങ്കിൽ പറ്റുന്നത്ര സർവൈവ് ചെയ്യണമെന്നാണ്. നമ്മൾ ടോപ്പ് 5 വരെയെങ്കിലും സർവൈവ് ചെയ്യാൻ നോക്കുക ഗൈസ് മിനിമം. കാരണം ഞാൻ ഇത് എത്ര നേരം കൊണ്ട് കളിക്കുന്ന അറിയോ ഗൈസ്, 12:30 കളിച്ചാണ്. ഈ കളി നടന്നുകൊണ്ടിരുന്നത് 1:30 ആയി. നിങ്ങളൊന്ന് മനസ്സിലാക്കി എത്ര കളിയാണ് കളിച്ചത്. ഞാൻ ഒരു സംഭവം തന്നെ. ഞാൻ ലോഞ്ചിമ്പാട് പിടിച്ച് പിന്നെ പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. പക്ഷേ ബാക്കിൽ നിന്ന് ഒരു അടി വന്നപ്പോഴത്തേക്കും ഞാൻ ഒരു പേടിച്ചങ്ങ് പോയിട്ട് എങ്ങോട്ടേക്ക് ആക്കി വെച്ചാൽ മറ്റേ ചാട്ടം ചാടി ഗൈസ്. പക്ഷേ നേരെ സോണിലോട്ട് തന്നെ വരുന്നത്. കഷ്ടകാലം തന്നെ. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ഓടിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ കാറിൻ്റെ ഒക്കെ ശബ്ദം കേട്ടു. ഞാൻ പേടിച്ച് പോയി. ചത്താ പിന്നെ തീർന്നില്ല. വീണ്ടും ഒന്നേന്ന് കളിക്കണ്ടേ. 5 കില്ലെടുക്കുന്നത് കഷ്ടപ്പെട്ടിട്ട് 5 കില്ലെടുക്കുന്ന അറിയോ. ആദ്യം കിട്ടുന്ന കണ്ണ് വെച്ചാൽ അത്രേ കളിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എങ്ങനെ കളിക്കാനാ. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ഓടി ആ സൈഡിൽ ക്യാമ്പ് അടിച്ച് ഇരിക്കും ഗൈസ് കുറച്ച് നേരം. നോക്കിയപ്പോഴേക്കും ഇവിടെ കാറിൻ്റെ ശബ്ദം, ആരോ കാറിട്ടൊക്കെ കുറേ ഓട്ടിച്ച് ചേട്ടാ ഇവിടെ. ഞാൻ പേടിച്ച് പോയിട്ട് ഇവിടെ ഇങ്ങനെ ഓടിച്ചിങ്ങനെ ഇരുന്നു. അപ്പോൾ മണ്ടേ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ സോണ് കയറുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ കുറച്ച് നേരം ഇരുന്നു. സോണ് വരാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇങ്ങോട്ട് കയറുന്നപ്പോഴത്തേക്ക് അവിടെ പൂരം കൊടിയേറി മക്കളെന്നും പറഞ്ഞ് രണ്ടോമർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നൈസിന് അവനൊന്നും ഇടപെടാതെ നൈസിന് മിണ്ടാതെ സൈഡിൽ കൂടി ഇങ്ങനെ പോയി. അല്ലായിരുന്നു അവർ എന്നെ അടിച്ചിട്ടാ തീർന്നില്ലേ. ചാലഞ്ച് ഞാൻ വീണ്ടും കിടന്ന് കളിക്കണ്ടേ. 2 മണിക്കൂർ തന്നെ കളിക്കേണ്ടി വരും. എത്ര കഷ്ടപ്പെട്ടിട്ട് 5 കില്ലെടുക്കുന്നതെന്ന് അറിയാവോ. അവർക്കൊന്നും അറിയത്തില്ല. കഷ്ടപ്പാടിൻ്റെ വരെ നമുക്കല്ലേ അറിയാവൂ ഗൈസ്. ഓരോ തുള്ളിയിലും ഓരോ വിയർപ്പാണ്. ഓക്കെ, നമ്മൾ പിന്നെ ഇവിടുന്ന് ചാടി തുള്ളി ഇങ്ങനെ പോയി ഗൈസ്. നമ്മൾ പിന്നെ മറ്റേ അർസണലിൽ അങ്ങോട്ടാണ് ലക്ഷ്യം വെച്ച് പോയത്. ഒരു അർസണലുണ്ട് കണ്ട ഗൈസ്. മാപ്പിൽ നോക്കി ഞങ്ങൾക്ക് കാണാം. മാപ്പൊക്കെ അവിടെ ഇരിക്കുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട. 4 ഫിംഗറാണ്, അതുകൊണ്ടാണ് ഗൈസ്. പിന്നെ മാപ്പ് നമ്മൾ അർസണലിൽ അങ്ങോട്ട് പോയി അവിടെ എല്ലാം പോയി ക്യാമ്പ് അടിച്ചിരിക്കാന്നാണ് വിചാരിച്ചത്. കുറേ ഓടി. നമുക്ക് അടിയൊന്നും കിട്ടാത്ത നമ്മുടെ ഭാഗ്യം. അല്ലാതെ നമ്മളിപ്പോൾ ചത്ത് കിടന്നേനെ. അതൊന്നും മനസ്സിലാക്കണം. അവിടെ പോകാനാണ് ഗൈസ് എൻ്റെ ലക്ഷ്യം. മാർക്ക് ചെയ്തെടുത്ത് പിന്നെ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഒരു സാധനം കണ്ടു. മറ്റേ കുനായില്ലേ, ആ കുനായുടെ സാധനം ഉണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാ ഗൈസ് ഇതിൻ്റെ അടിയിലൊരു ഓട്ട, ഭയങ്കര വലിയ ഓട്ടയാണ് ഗൈസ്. നമ്മൾ കുനയുടെ സാധനം ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിയിലോട്ട് എറിഞ്ഞിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ സാധനം നമ്മുടെ കൈ ഇല്ലാതെ ആയിപ്പോയി ഗൈസ്. ഇത് കറക്റ്റ് സമയത്ത് അതെടുത്ത് കളയും. പൊന്നു. പിന്നെ ഇവിടെ കുറച്ച് നേരം ഞാൻ കിടന്നു ഗൈസ്. ഒന്നും നോക്കിയില്ല. ഇനി വരുന്നെങ്കിൽ വരട്ടെന്ന് വിചാരിച്ചാൽ കിടന്നു. ക്യാമ്പ് അടിക്കല്ല. ഇനി 14 പേരും കൂടെ ഉള്ളൂ. കുറച്ച് നേരം കൂടെ സർവൈവ് ചെയ്ത് നമുക്ക് ജയിച്ച്. ഇങ്ങനെ ഇവിടെ കുറേ നേരം ഞാൻ കിടന്നു. സോണ് വരുന്നവിടം വരെ കിടന്നിട്ട് ഞാൻ കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോയി. ഞാൻ കുറച്ച് പേടിച്ച് പോയി ഗൈസ്. അവിടെ ഇടിയൊക്കെ എല്ലായിടത്തും അടിയൊക്കെ കേൾക്കുന്നു. ഞാൻ പിന്നെ ഒന്നും മൈൻഡാക്കാതെ അവിടെ തന്നെ കിടന്നുപോയി. എണ്ണിച്ചു. പിന്നെ സോണ് കയറി. അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ 1:30. അപ്പോഴാണ് 1:30 ആയത്. 12:30 സ്റ്റാർട്ട് ചെയ്ത ചാലഞ്ചല്ലേ. എത്ര നേരം കളിച്ച് ഞാൻ. സമയം പോയതൊന്നും അറിഞ്ഞ പോലും ഇല്ല. 1 മണിക്കൂർ അങ്ങോട്ട് ഇരുന്ന് BR കളിച്ച് ഈ ചാലഞ്ചിൻ്റെ പിറകെ നടക്കുമായിരുന്നു. ഉണക്ക ChatGPT ആ ചാലഞ്ച് തരുകയും ചെയ്ത് എവിടെ ഒളിക്കണമെന്ന് വരെ എനിക്ക് കൺഫ്യൂഷനായിപ്പോയി. ആ ചാലഞ്ച് ഓർത്ത് പിന്നെ ചാലഞ്ചിൽ ഞാനങ്ങ് മുഴുകിയില്ല. ഞാൻ ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ കുറച്ച് നേരം കുനിഞ്ഞിരുന്ന് പോയി. പിന്നെ ഈ വീട്ടിൻ്റെ ബാക്കിലൊക്കെ ഇപ്പോൾ ഒളിച്ചിരിക്കാൻ വേണ്ടി ഇവിടെയൊക്കെ വന്ന് കിടന്നു. ഫൈനൽ ഫൈറ്റ് ആയി ഗൈസ്. 10 പേര്. ഇന്ന് 5 പേരും കൂടെ ചത്താൽ ഞാൻ ചാലഞ്ച് ജയിച്ചേട്ടെ. എനിക്ക് അത്രേ പറയുള്ളൂ. അത്ര പാടാണ്. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഗൈസ്. എന്തായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചുമ്മാ ഒരു ലൈക്കൊക്കെ ഇട്ടു. എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കും. ഭയങ്കര സീനാണ് ഈ ചാലഞ്ച്. ആരും എന്നെ കാണാതിരിക്കാണ്ട് ഞാൻ കുറേ കുനിഞ്ഞ് നടന്ന് ഗൈസ്. അതൊന്നൊരു നടത്തായി പോയി. പക്ഷെ ആരും എന്നെ കണ്ടിട്ടില്ല. 5 പേരായി കണ്ടാ. ഞാൻ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തേ. പിന്നെ ഞാൻ കളി ജയിക്കാൻ വേണ്ടി കുറച്ച് ട്രൈ ചെയ്ത്. പക്ഷെ അത് വല്ലാത്തൊരു ട്രൈ ആയിപ്പോയി. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം മണ്ടത്തരമാണ് കാണിച്ചു ഗൈസ്. നിങ്ങൾ കുറച്ചും കൂടെ കാണാൻ മനസ്സിലാവും. കഷ്ടപ്പാടിന് ലൈക്ക് എനിക്ക് തരണം പ്ലീസ്. എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക ഗൈസ്. ഈ സൈഡ് കൂടെ കറങ്ങി ഞാൻ മറ്റേ അടുത്ത് പോകാമെന്ന് വിചാരിച്ചാണ് ഗൈസ്. അവിടെ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതുകൊണ്ട് ആ വീടുണ്ടോ, നേരെ ഒരു വീട്. ആ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് പോയി. സോണ് പിന്നെ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തിരിഞ്ഞു വന്നിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടാകാൻ വേണ്ടി ഈ സാമാനമൊക്കെ പൊട്ടിച്ച് നോക്കി. പക്ഷെ ആരെയും കണ്ടൊന്നുമില്ല പുല്ല് ഗൈസ്. എന്നിട്ട് ഞാൻ ഈ മരത്തിൻ്റെ മൂട്ടി വന്ന് ഗൈസ്. അപ്പോൾ ഒരുത്ത് ഓടിപ്പോകുന്നു ഗൈസ് അങ്ങോട്ട്. ഞാൻ വിചാരിച്ച അവനെ കണ്ടു കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്നു.
ഞാനും ഇവിടെ ഇരുന്ന് അവനും ഇവിടെ ഇരുന്ന് അങ്ങനെ കുറേ നേരം ഇവിടെ തന്നെ നമ്മൾ രണ്ടുപേരും മുഖത്ത് നോക്കി ഇങ്ങനെ ഇരുന്ന് ഗൈസ്. കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് സോണൊക്കെ വന്നപ്പോഴത്തേക്ക് അവനെ കണ്ടു കാണത്തില്ലെന്ന് പറഞ്ഞ് മെഡൊക്കെ അടിച്ച് ഞാൻ ഇവിടെ ഇരുന്ന് ഗൈസ്. മെഡൊക്കെ അടിച്ച് കുറച്ച് പേര് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അവ ഓടുന്നുണ്ട്, ഞാനും ഓടിയതാണ്. പക്ഷെ അവനെ കണ്ടായിരുന്നു ഗൈസ്. അതെന്തൊരു പണിയാണ്, കണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണ്ടേ, നമുക്ക് അത് കണക്ക് പെരുമാറി കളിക്കരുത്. അപ്പോൾ അത് അറിയിച്ചതുമില്ല, നമ്മളെ കളിയും പോയി. പക്ഷേ 2 അടി അടിച്ചതേ ഉള്ളൂ, അപ്പോഴേ ഞാൻ ചാത്ത് ഗൈസ്. എന്നാലും നമ്മൾ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചാലഞ്ച് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. കണ്ടോ 2 സ്റ്റാർ ഉണ്ടോ ഹീറോയ്ക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എൻ്റെ കഷ്ടപ്പാട്. എത്ര കളി കളിച്ചാൽ ഇപ്പോൾ 2 മണിയായി ഇത് കളിച്ച്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താലേ എനിക്കെല്ലാം പറ്റൂ. അടുത്ത ചാലഞ്ച് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും അടുത്ത ആയിട്ട് ചോദിച്ച് ചാലഞ്ചൊക്കെ സെറ്റാക്കി വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. അതിനുമ്പേ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ബൈ ഗായ്സ്. പിന്നെ പറ്റുമെങ്കിൽ ഹൈപ്പും കൂടെ ചെയ്ത് തരാം കേട്ടോ. ബൈ.